കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർബൻ മണ്ഡലങ്ങളിലൊന്നായ എറണാകുളത്തിൻ്റെ വികസന കാഴ്ചകളാണ് ഇനി ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ. ഉയരമുള്ള കെട്ടിടങ്ങളും വ്യാപാര സമുച്ചയങ്ങളും നിറഞ്ഞ ഈ മണ്ഡലം ഉയർന്ന സാക്ഷരതയും വികസിത അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. ഈ പ്രത്യേകത കൊണ്ട് തന്നെ വികസന പദ്ധതികളുടെ കൃത്യമായ ആസൂത്രണമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. കേരളത്തിന്റെ വ്യാവസായിക വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയുടെ ഹൃദയഭാഗമാണ് ഈ മണ്ഡലം. ഉയർന്ന സാക്ഷരതാ നിരക്കും പ്രതിശീർഷ വരുമാനമുള്ള മണ്ഡലം നികുതി വരുമാനത്തിലും വലിയ സംഭാവന നൽകുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായ പദ്ധതികൾ എറണാകുളത്തിന് കൂടുതൽ തലയെടുപ്പ് നൽകുന്നതാണ്. എറണാകുളം ജനറൽ ആശുപത്രിയുടെ വികസനത്തിന് 76.5 കോടി രൂപ മുതൽ മുടക്കുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റ് സ്ഥാപിച്ചതാണ് മികച്ച നേട്ടമായി TJ വിനോദ് MLA ചൂണ്ടിക്കാട്ടുന്നത്. ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് ഇത് വഴിയൊരുക്കിയിരിക്കുന്നത്. എറണാകുളം നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി എറണാകുളം നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാന പദ്ധതി എറണാകുളം ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി വിങ്ങിൻ്റെ പ്രവർത്തനമാണ്. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ആരംഭിച്ചു. അത് ഏതാണ്ട് പൂർത്തീകരിച്ച ഏകദേശം 75 കോടി രൂപയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് വേണ്ടി നമുക്ക് അനുവദിക്കപ്പെട്ടത്. ആ നിർമ്മാണ പദ്ധതി അതിമനോഹരമായി ഏറ്റവും ആധുനിക രീതിയിൽ നമുക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനത്തോടു കൂടി ഇന്ന് ജനറൽ ആശുപത്രി സമൂഹത്തിനും നാടിനും ഏറ്റവും മാതൃകാപരമായി നിൽക്കുകയാണ്. അപ്പം അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അതിനോട് ചേർന്ന് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ്റെ സഹായത്തോടെ ഏകദേശം 25 കോടി രൂപ മുടക്കി നിലവിലുണ്ടായിരുന്ന ക്യാൻസർ ബ്ലോക്കിനെ ഏറ്റവും ആധുനിക രീതിയിൽ ഏകദേശം 100 രോഗികളെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ക്യാൻസർ ബ്ലോക്കിൻ്റെ പ്രവർത്തനവും നമുക്ക് എറണാകുളം ജനറൽ ആശുപത്രി ആരംഭിക്കാൻ കഴിയും. ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കോടി രൂപയുടെ പദ്ധതിയും എറണാകുളം CGHSSന് 3 കോടിയുടെയും ഇടപ്പള്ളി നോർത്ത് ഗവൺമെന്റ് HSSനും VHSSനുമായി 1 കോടി രൂപയുടെയും കലൂർ മോഡൽ ടെക്നിക്കൽ സ്കൂളിലെ 1 കോടി രൂപയുടെ പദ്ധതിയുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എറണാകുളം ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപയാണ് അതിനുവേണ്ടി നമുക്ക് അനുവദിക്കപ്പെട്ടത്. ആ അനുവദിക്കപ്പെട്ട തുക കൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു 3 നില കെട്ടിടം പൂർത്തീകരിച്ച് അവിടെ മനോഹരമായി അതിൻ്റെ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയും. പിന്നീട് മോഡൽ ടെക്നിക്കൽ സ്കൂൾ അതിന് 1 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് നമുക്ക് പണമായി അനുവദിച്ച് അതിൻ്റെ നിർമ്മാണവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. എറണാകുളം ഗേൾസ് ഹൈസ്കൂളിന് വേണ്ടി 3 കോടി രൂപയാണ് അനുവദിച്ചത്. പല സാങ്കേതിക കാരണങ്ങളാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പല ഘട്ടങ്ങളിലായി മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും അവസാനം അത് ഇപ്പോൾ ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. പിന്നീട് SRV സ്കൂളിലും എടപ്പള്ളി ഗവൺമെൻറ് നോർത്ത് എടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനുമാണ് 1 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചത്. എടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. SRVയുടെ ഈ അടുത്ത ദിവസം അതിൻ്റെ നിർമ്മാണോദ്ഘാടനം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നല്ല മുന്നേറ്റമാണ് എറണാകുളം നിയോജക മണ്ഡലത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞത്.
അറ്റ്ലാറ്റിസ് റെയിൽവേ മേൽപ്പാലത്തിന് 89.77 കോടിയും വടുതല മേൽപ്പാലത്തിന് 47.72 രൂപയുടെയും തുക വകയിരുത്തിയിട്ടുണ്ട്. അറ്റ്ലാറ്റിസ് മേൽപ്പാലത്തിനായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. വടുതല ROB അതുപോലെ തന്നെ അറ്റ്ലാന്റിസ് ROB രണ്ട് പ്രധാനപ്പെട്ട ROBകൾ നഗരത്തിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ROB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വടുതല ROB ഏകദേശം 91.89 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ വേണ്ട 1 ഏക്കർ സ്ഥലത്തോളം നമ്മൾ ഭൂമി ഏറ്റെടുത്ത് 62 ഭൂവുടമകളിൽ നിന്ന് ഭൂമി പൂർണ്ണമായി ഏറ്റെടുത്ത് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ചെറിയാൻ വർക്കി എന്ന് പറയുന്ന ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് അറ്റ്ലാന്റിസ് ROB ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹമാണ്. അതുമായി ബന്ധപ്പെട്ട് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഏകദേശം 47 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. അന്ന് കുറേയധികം ഭൂമി ഏറ്റെടുത്ത് ആ പാലത്തിൻ്റെ നിർമ്മാണം നമുക്കറിയാം ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഭൂമി മുഴുവനായി ഏറ്റെടുക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അത് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കിഫ്ബി പദ്ധതിയിൽ നിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തുകയും ആവശ്യമായ ഭൂമി ഇപ്പോൾ ഏകദേശം 89.77 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭ്യമായി. 98% ഭൂമിയും ഏറ്റെടുത്തു. അറ്റ്ലാന്റിസ് ROBയും ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പേരണ്ടൂർ വടുതല പാലം ദീർഘകാലമായി നഗരവാസികളുടെ ഒരു ആവശ്യമാണ്. പേരണ്ടൂരുള്ള ആളുകൾക്ക് വടുതലയിൽ നഗരത്തിലെത്താതെ വടുതലയിലേക്കും വടുതലയിലുള്ള ആളുകൾക്ക് നഗരത്തിലൂടെ അല്ലാതെ പേരണ്ടൂർക്കും NH66 എല്ലാം പോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗമാണ്. അതിന് ആവശ്യമായ 34.24 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. അതിൻ്റെ CRZ ക്ലിയറൻസ് ലഭ്യമായി. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കമ്പനി ആ വർക്ക് ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. വീടുകളിൽ വെള്ളം കയറി വലിയ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗമാണ് നമുക്കറിയാം താന്തോന്നിത്തുരുത്ത്. അപ്പോൾ അവിടെ ഒരു ഔട്ടർ ബണ്ട് നിർമ്മിക്കുക എന്നുള്ള വലിയ ആവശ്യമാണ്. 2012 മുതൽ അതിനുള്ള നടപടികൾ ആരംഭിച്ചതാണ്. പക്ഷെ പല കാരണങ്ങളാൽ ആ പദ്ധതി മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. 6 കോടി രൂപയോളം ജിഡയിൽ നിന്ന് നമുക്ക് ഫണ്ട് അനുവദിക്കപ്പെട്ടു. പക്ഷെ നിർമ്മാണം നടത്താൻ പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി പുതിയ ഗവൺമെൻറ് സാമ്പത്തിക അനുമതിക്കുള്ള പുതിയ ജിയോ ഇറക്കി CRZ NOC ലഭ്യമാക്കി 3 മീറ്റർ ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ MLA ആയി വന്നപ്പോൾ റീബിൽഡ് കേരള എന്നൊരു പദ്ധതി വന്നു. കാരണം വെള്ളപ്പൊക്കം 2018-ലും 2019-ലും വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളെ റീബിൽഡ് ചെയ്യുക എന്നുള്ള പദ്ധതിയാണ്. MLA-മാരോട് അതുമായി ബന്ധപ്പെട്ട സജഷൻ ചോദിച്ചു. ഞാൻ ചേരാനല്ലൂർ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്നുള്ള പദ്ധതിക്കാണ് പ്രപ്പോസൽ കൊടുത്തത്. ഏകദേശം 27 കോടി രൂപ മുടക്കി വാടത്തോട് നിർമ്മിച്ചിട്ടുള്ള വാട്ടർ ടാങ്കിൽ തമ്മനത്തു നിന്ന് വെള്ളം എത്തിച്ച് ചേരാനല്ലൂരിലെ 17 വാർഡുകളാണ് ഉള്ളത്. അതിൽ 12 വാർഡുകളിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ച് അവിടെ സുലഭമായി വെള്ളം കിട്ടുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പദ്ധതി നമ്മൾ ചിറ്റൂരിൽ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ച് ചിറ്റൂർ പ്രദേശത്തെ 7 വാർഡുകളിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ പ്രപ്പോസൽ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ്. അതും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചേരാനല്ലൂർ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള ബസ് സ്റ്റാൻഡിന് പകരം പുതിയൊരു ബസ് സ്റ്റാൻഡ് എന്ന ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട് അന്ന് MPയും മേയറും എല്ലാവരുമായി ചേർന്ന് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനിൽ ഇതിനാവശ്യമായ പണം അനുവദിക്കണം എന്നുള്ള വലിയ ആവശ്യവുമായി നമ്മൾ മുന്നോട്ട് പോയി. ഏറ്റവും അവസാനം കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ 12 കോടി രൂപ അനുവദിച്ചു.
12 കോടി അനുവദിച്ചത് യഥാർത്ഥത്തിൽ KSRTCക്ക് വേണ്ടിയല്ല, KSRTCക്കല്ല, മറിച്ച് അത് മൊബിലിറ്റി ഹബിന് വേണ്ടിയിലൂടെ നടപ്പാക്കാനാണ് തീരുമാനമെടുത്തത്. അപ്പോൾ KSRTCയുടെ ഭൂമി മൊബിലിറ്റി ഹബിന് വിട്ടുകൊടുക്കുകയും മൊബിലിറ്റി ഹബിന് തത്തുല്യമായ ഭൂമി KSRTCക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ലാൻഡ് സ്വീപ്പിംഗ് നടത്തി നിർമ്മിക്കുക എന്നുള്ള പരിപാടിയാണ് ആവിഷ്കരിച്ചിരുന്നത്. പക്ഷെ പല സാങ്കേതിക കാരണങ്ങളാൽ അത് നീണ്ടു തടസ്സമായി നിന്ന് ഏറ്റവും അവസാനം KSRTCയുടെ ഭൂമിയിൽ മൊബിലിറ്റി ഹബ് സ്റ്റാൻഡ് നിർമ്മിക്കാനും മൊബിലിറ്റി ഹബിൻ്റെ ഭൂമിയിൽ KSRTC ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള തീരുമാനം ഗവൺമെൻറ് തലത്തിലെടുത്തു. അപ്പോഴേക്കും സമയം പരിധി കഴിഞ്ഞുപോയി. സ്മാർട്ട് സിറ്റിയുടെ കാലാവധി തീരുന്നതിനെ തുടർന്ന് ആ പദ്ധതി അവതാളത്തിലായി. തുടർന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ നമുക്കറിയാം KSRTCയിൽ ഒരു പുതിയ ടെർമിനൽ പണിയുന്നതിന് 13 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നമുക്ക് ലഭിച്ചു. മണ്ഡലത്തിന്റെ പേരും പെരുമയും പ്രശസ്തിയും നിലനിർത്തിയാണ് എറണാകുളം വികസന വഴിയിൽ മുന്നേറുന്നത്. കാലത്തിനെ അനുസരിച്ച പദ്ധതികളിലൂടെ എറണാകുളം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർബൻ മണ്ഡലങ്ങളിലൊന്നായ എറണാകുളത്തിന്റെ വികസന കാഴ്ചകളാണ് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ പങ്കുവച്ചത്. തിരുവനന്തപുരം നോർത്ത് നിയമസഭാ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലത്തിന് പുനഃസംഘടനയോടെയാണ് വട്ടിയൂർക്കാവ് എന്ന പേര് ലഭിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ സിംഹഭാഗവും ഏതാനും ചില ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് ഇന്ന് വികസനത്തിന്റെ കാഹളം മുഴക്കുമ്പോൾ ആ വികസനത്തിന്റെ നേർക്കാഴ്ചകൾ കാണാം. തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന കുടപ്പനക്കുന്ന്, വട്ടിയൂർക്കാവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും തിരുവനന്തപുരം നഗരസഭയുടെ 13, 15 മുതൽ 25 വരെയും 31 മുതൽ 36 വരെയുമുള്ള വാർഡുകളും അടങ്ങിയതായിരുന്നു ഈ മണ്ഡലം. പിന്നീട് 2 പഞ്ചായത്തുകളും നഗരസഭയിൽ ലയിച്ചു. അതോടെ 22 വാർഡുകൾ മണ്ഡലത്തിന്റെ ഭാഗമായി. മണ്ഡല പുനഃസംഘടനയ്ക്ക് മുൻപ് ഉള്ളൂർ, കടകംപള്ളി എന്നീ പഞ്ചായത്തുകൾ മാറി. പകരം തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗങ്ങളായിരുന്ന ശാസ്തമംഗലം, കുന്നുകുഴി, പാങ്ങോടിന്റെ ചില ഭാഗങ്ങൾ എന്നിവ പുതുതായി ചേർത്തു. വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലം ഇന്ന് വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറിയത് സംസ്ഥാന സർക്കാർ അഭിമാനകരമായി നടപ്പാക്കിയ കിഫ്ബി പദ്ധതികളാണ്. ഏതാണ്ട് 1400 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് ഇതിനോടകം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിലേറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. 40 വർഷത്തിലേറെ കാത്തിരിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവിനുണ്ട്. ഏതാണ്ട് 560 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ഈ പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കലിന് വേണ്ടി മാത്രം ചെലവിട്ടത്. ശാസ്തമംഗലത്ത് നിന്ന് തുടങ്ങി മണ്ണറക്കോണം വഴി പേരൂർക്കടയിലേക്ക് വരുന്ന 7.5 കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിലൂടെ ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. രണ്ടാം ഘട്ടം മണ്ണറക്കോണത്ത് നിന്നും മുക്കോല വഴി വഴിയിലേക്കാണ് എത്തുന്നത്. തീർച്ചയായിട്ടും അതൊരു സ്വപ്ന പദ്ധതി കൂടിയാണ്. അതിൻ്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെ 86 കോടി രൂപ മുതൽ മുടക്കി 2.5 ഏക്കർ സ്ഥലം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഏറ്റെടുത്ത് പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്ന കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണ്. ഈ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 600 കോടി രൂപയോളം ചെലവിട്ടുകൊണ്ടാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പരിപാടികൾ നടപ്പാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 22-ാം തീയതി ഈ പദ്ധതിയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി സമുദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ബിഗ് പ്രോജക്റ്റായി വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം കിഫ്ബിയിലൂടെ നടപ്പാകുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു വസ്തുതയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി
വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം മുന്നേറ്റ പാതയിലെ പ്രധാന നാഴികക്കല്ലാണ്. ഇതിനായി ഒഴിപ്പിച്ച വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിന് 9.26 കോടി രൂപയാണ് വകയിരുത്തിയത്. കൂടാതെ ഇവിടെ സ്ഥലം ഏറ്റെടുക്കലും ആരംഭിച്ചു. പദ്ധതി തിരുവനന്തപുരം വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് നടപ്പാക്കുന്നത്. വട്ടിയൂർക്കാവിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാനും വികസനം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും അനുബന്ധ റോഡ് വികസനവും റോഡ് ഫണ്ട് ബോർഡ് വഴി നടപ്പാക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. വട്ടിയൂർക്കാവിലെ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായം നൽകിയിരുന്നു. സെൻട്രൽ പോളിടെക്നിക് കോളേജിന് 3.81 കോടി രൂപ അനുവദിച്ചതിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിന് കൈത്താങ്ങായി മാറി. പട്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ 5 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് പുതിയ ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം പണികഴിപ്പിച്ചത്. ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് ഗവൺമെൻറ് ഹൈസ്കൂൾ 3 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് നവീകരിച്ചത്. പേർക്കട ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, കാച്ചാണി ഗവൺമെൻറ് സ്കൂള് തുടങ്ങിയിട്ടുള്ള നിരവധി സ്കൂളുകൾക്കാണ് കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളും കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ 1400 കോടി രൂപയിലധികം രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. അമ്പലമുക്ക് സാന്ത്വനം ജംഗ്ഷൻ വികസനത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു. പ്രാഥമികമായി 20 കോടി രൂപയും വകയിരുത്തി. സംസ്ഥാനത്തെ 20 ജംഗ്ഷനുകൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി അമ്പലമുക്ക് ജംഗ്ഷൻ ഭൂമി ഏറ്റെടുത്ത് വിപുലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അമ്പലമുക്ക് ജംഗ്ഷൻ ഭാഗം ഏതാണ്ട് 21.5 മീറ്ററായി നമ്മൾ വൈഡൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പേർക്കട മേൽപ്പാലം വന്ന് ലാൻഡ് ചെയ്യുന്ന പ്രദേശത്തിന് തൊട്ടടുത്തുള്ള അമ്പലമുക്ക് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിലെ പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് കൺജഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് സാന്ത്വനം ജംഗ്ഷൻ. അവിടെ 19.5 മീറ്ററായി വൈഡൻ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. കവടിയാർ, കുടപ്പനക്കുന്ന്, പേരൂർക്കട വില്ലേജുകളിൽ നിന്നായി 120.87 സെന്റ് ഭൂമി ഏറ്റെടുക്കും. ഏകദേശം 1 കിലോമീറ്റർ റോഡ് 15.1 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പേരൂർക്കട മേൽപ്പാലം നമുക്കറിയാം, തലസ്ഥാന നഗരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് പേരൂർക്കട പ്രദേശം. അവിടെ നെടുമങ്ങാട് നിന്നും മറ്റ് മലയോര മേഖലകളിൽ നിന്നുള്ള ആളുകൾക്ക് നഗരത്തിലേക്ക് കടന്നു വരുന്ന ഒരു കവാടം കൂടിയാണ് പേരൂർക്കട. അവിടെ ഒരു മേൽപ്പാലം വരണം എന്നുള്ളത് വർഷങ്ങളുടെ ആഗ്രഹമാണ്. നേരത്തെ അണ്ടർ പാസേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വലിയ പരിശ്രമം നടത്തിയിരുന്നു. എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈനുകൾ കടന്നു പോകുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് അതിന് വലിയ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പിന്നീടാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മേൽപ്പാലം നിർമ്മിക്കാം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്. 137 കോടി രൂപയാണ് കിഫ്ബി അതിനുവേണ്ടി മുതൽ മുടക്കിയത്. നിലവിൽ ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിച്ച് ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങളും മറ്റ് നിർമ്മാണ ഭാഗങ്ങളുമൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. RBDCയുടെ നേതൃത്വത്തിൽ ടെൻഡർ ഉൾപ്പെടെ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു.
137 കോടി രൂപയുടെ പാലമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളതാണ് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം. മറ്റൊരു സുപ്രധാന പദ്ധതി കിഫ്ബിയിലൂടെ ഏറ്റെടുത്തിട്ടുള്ളത് ജനറൽ ആശുപത്രിയുടെ വികസനമാണ്. 137 കോടി രൂപയാണ് ആ ജനറൽ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാനിന് വേണ്ടി കിഫ്ബിയിലൂടെ മുതൽ മുടക്കുന്നത്. അതിൻ്റെ DPR കിഫ്ബി അംഗീകരിച്ചു, ടെൻഡർ ചെയ്തു. ടെൻഡർ നടപടികൾ ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വീണ മിനിസ്റ്റർ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ സാങ്കേതിക നടപടികൾ നടന്നു വരികയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സാധാരണപ്പെട്ടവൻ്റെ ചികിത്സാ കേന്ദ്രം 137 കോടി രൂപ മുടക്കി അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടുകൂടി ഡോക്ടർമാർക്കും രോഗികൾക്കും മറ്റ് സൗകര്യങ്ങൾ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടിയാണ് ആ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ പേർക്കട മാനസിക ചികിത്സാ കേന്ദ്രം, മൂളമ്പാറ എന്ന പേരിൽ പ്രശസ്തമായിരിക്കുന്ന ആശുപത്രി നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയും പഴയകാല ചികിത്സാ രീതികളാണ് ഇപ്പോൾ ഉള്ളത്, പഴയകാല കെട്ടിടങ്ങളാണുള്ളത്. 180 വർഷം പഴക്കമുള്ള ഒരു മാനസിക ചികിത്സാ കേന്ദ്രം. 94 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ഈ സ്ഥാപനത്തിൻ്റെ മാസ്റ്റർ പ്ലാനിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. അത് പൂർത്തീകരിക്കുമ്പോൾ മാനസിക ചികിത്സാ രംഗത്ത് ബാംഗ്ലൂരിലെ നിംഹാൻസിനെ കിടപിടിക്കുന്ന നിലയിലേക്ക് ആ പദ്ധതി മാറും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. $66.4 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാപ്പാട് മഹിളാ മന്ദിരവും കമ്മ്യൂണിറ്റി ഹാളും മണ്ഡലത്തിന്റെ വികസനത്തിന്റെ അടയാളങ്ങളായി മാറിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരു 30,000 കോടി രൂപയുടെ വികസനം ഏത് നിലയിലും നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. പക്ഷേ കിഫ്ബി വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രത്യേകത, സംസ്ഥാനത്തെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സമായി നിന്ന ഫണ്ട് എന്നുള്ളൊരു പ്രശ്നം കിഫ്ബിയിലൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു സംസ്ഥാന വികസന ചരിത്രത്തിലെ ഒരു വലിയ സുവർണ കാലഘട്ടമായി ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്താം എന്നുള്ളതാണ് 1-2 പിണറായി ഗവൺമെൻറ്റുകൾ കിഫ്ബിയിലൂടെ നടപ്പാക്കിയ പദ്ധതികളെ സംബന്ധിച്ച് എടുത്തു പറയാൻ കഴിയാവുന്ന ഒരു കാര്യം. സമാനതകളില്ലാത്ത വികസനത്തിൻ്റെ പുതിയ മുഖവുമായി വട്ടിയൂർക്കാവ് മുന്നേറുകയാണ്. ഇനിയും ഏറെ വികസനം ഈ മണ്ണിൽ വിരുന്നെത്തുമെന്ന പ്രതീക്ഷയോടെ.